ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാമാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിലേക്ക്. ശ്രീ രാജു എബ്രഹാം, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. സെക്രട്ടേറിയറ്റൊക്കെ ഉള്ള ദിവസമാണ്, തിരക്കുള്ള ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ന്യൂസ് മലയാളം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ ജീവിതം ആരംഭിക്കുകയുള്ളൂ. ഓക്കെ. ശ്രീ രാജു എബ്രഹാം, ഈ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സോളാർ സമര കാലത്തൊക്കെ കണ്ട പ്രതിപക്ഷം ഇപ്പോൾ അന്ന് പ്രതിപക്ഷം നടത്തിയ സമരത്തിനൊക്കെ ഏറെക്കുറെ സമാനമായ രീതിയിൽ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ലാതെയുള്ള സമര പരമ്പരകളൊക്കെ നടത്തുന്നുണ്ട് പ്രതിപക്ഷം. മന്ത്രിയുടെ രാജിയാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഈ നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ ശ്രീ രാജു എബ്രഹാം? എന്താണ് അങ്ങയുടെ അഭിപ്രായം? അല്ല, ഇവിടെ കോട്ടയത്തുണ്ടായ സംഭവം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, ഒരു സംശയമില്ല. അവിടെ മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ CPM-ഉം LDF-ഉം എന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കം, വാസവൻ മന്ത്രി, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ വീണ മിനിസ്റ്റർ എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് നമുക്കൊരിക്കലും താങ്ങാൻ കഴിയുന്നതുമല്ല. അവിടെ ആ കെട്ടിടം ബലക്ഷയമുള്ള കെട്ടിടം, അവിടെ ആരും പോകാതെ അത് വേണമെങ്കിൽ വേലി കെട്ടി സംരക്ഷിക്കേണ്ടതായിരുന്നു. എൻ്റെ അകത്തുനിന്ന് യാതൊരു തർക്കവുമില്ല. പക്ഷേ അവിടെ ഒരു ദൗർഭാഗ്യകരമായ അപകടം നടന്നു, ഒരു മരണമുണ്ടായി. അതിൻ്റെ പേരിൽ രാജിവെക്കണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്. കാരണം മന്ത്രി അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മരണത്തിന് സാക്ഷിയാകുമോ അല്ലെങ്കിൽ അതിന് സഹായത്തിന് നിലപാട് സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പം അടുത്തിടെ ആണ് നമ്മുടെ വിമാന ദുരന്തം ഉണ്ടായത്. 280 ആളുകൾ മരണപ്പെട്ട സംഭവമാണ്. ഏത് കേന്ദ്രമന്ത്രി രാജിവെച്ചു? കുംഭമേളയിൽ മരണമടഞ്ഞ നൂറുകണക്കിന് ആളുകളുടെ കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആര് രാജിവെച്ചു? തീവണ്ടി അപകടം, എത്ര പേരാണ് മരിച്ചത്? അങ്ങനെ നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ശ്രീ രാജു എബ്രഹാം, ഇപ്പോൾ അങ്ങ് പറയുന്നതിന് ഏറെക്കുറെ സമാനമായൊരു പ്രസ്താവനയായിരുന്നു ഇന്നലെ മന്ത്രി VN വാസവനും നടത്തിയത്. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തമാണ്, ഇപ്പോൾ ഈ ഒരു ദുരന്തം അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആരും വരുത്തി വെച്ച ദുരന്തമല്ല, പക്ഷേ ഇത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തമാണ്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ബിന്ദുവിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ ഓരോരുത്തരും, എല്ലാ മലയാളികളും കണ്ടതാണ്. ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. ആ 2 മക്കളെ പഠിപ്പിച്ച് വലുതാക്കി വലിയ സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ഒരു സർക്കാരിൻ്റെ തന്നെ, ഇപ്പം ഒരു സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, 2013 മുതൽ തന്നെ ആ ഒരു കാലപ്പഴക്കമൊക്കെ ബോധ്യപ്പെട്ടതാണ്. ഈ കാലാകാലങ്ങളിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പലരുടെയും ഒക്കെ അനാസ്ഥ കാരണം സംഭവിച്ച ദുരന്തമായിരുന്നു, അല്ലെങ്കിൽ ബിന്ദുവിൻ്റെ മരണം. അപ്പോൾ ആ സങ്കടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ ഇരുട്ടിൽ മന്ത്രി ഉരുട്ടിയിട്ടതൊന്നും അല്ലെന്നൊക്കെ ഒരു മന്ത്രി, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി, അതും ജില്ലയുടെ ചുമതലക്കാരനായ മന്ത്രിയൊക്കെ ചോദിക്കുന്നതും ഏറെക്കുറെ സമാനമാണ്. ഇപ്പോൾ അങ്ങ് നടത്തിയ പ്രതികരണമൊക്കെ അത് ഈ ഘട്ടത്തിൽ അത് ആളുകൾ വേറൊരു തരത്തിൽ കൂടി ചിത്രീകരിക്കില്ലേ ശ്രീ രാജു എബ്രഹാം? അല്ല, ഞാൻ ആ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കനകലു സിദ്ധാന്തം, അതാണല്ലോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആർത്തിയാണ് ഈ സമരത്തിൻ്റെ പുറകിൽ. ഒരു നിസ്സംശയം പറയാം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, അവിടെ ആ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ കെട്ടിടം, ആ കെട്ടിടത്തിന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു നയാ പൈസ മുടക്കി പകരം സംവിധാനം ഉണ്ടാക്കിയില്ല. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അതിൻ്റെ ഒരു പകരം സംവിധാനം നിർമ്മിച്ചത്. അതിന് സാങ്കേതികമായി അത് തുറന്നു കൊടുക്കാനുള്ള കാലതാമസം മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ടയിലെ കണക്ക് പരിശോധിച്ചു. 970 കോടി രൂപയാണ് ഈ LDF ഗവൺമെൻറ് 2016 ശേഷം 9 വർഷം കൊണ്ട് 970 കോടി രൂപ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഞങ്ങൾ കണക്ക് നോക്കി 2011, 2016 എന്താ സംഭവിച്ചത്? അടിസ്ഥാന സൗകര്യ വികസനമേ നടന്നിട്ടില്ല. ആകെ അവിടെ വന്നത് കോന്നി മെഡിക്കൽ കോളേജിൽ 4 തൂണ് നാട്ടി. ആ തൂണ് നാട്ടിയതിന് 14 കോടി രൂപയാണ് എക്സ്പെൻഡിച്ചറായത്, അതിൻ്റെ ബില്ല് കൊടുത്തില്ല.
അപ്പോൾ വട്ടപൂജ്യമായ 5 വർഷത്തിന് ശേഷമാണ് ഒരു ജില്ലയിൽ മാത്രം 970 കോടി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം എത്ര? 10-20,000 കോടി രൂപയെങ്കിലും കിഫ്ബിയിലൂടെയും ബജറ്റിൽ പ്ലാൻ ഫണ്ടിലൂടെയും കേരളത്തിൽ ചെലവഴിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ പുരോഗതിയാണ്. മുമ്പ് ശൈലജ ടീച്ചർ, ഇപ്പോൾ വീണ ജോർജ്, ആ മന്ത്രിമാർ എത്ര ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ഇവിടെ കേരളം ആരോഗ്യത്തിൻ്റെ ഒരു മോഡൽ തന്നെയാണ്. ഈ അതിൽ ആർക്കും തർക്കമില്ല. കാരണം ഈ കഴിഞ്ഞ 10 വർഷത്തിലേക്ക് എത്തുകയാണ് ഈ സർക്കാർ. ഇവിടുത്തെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല. അതിലിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചർ മുതൽ വീണ ജോർജിന് വരെ അഭിമാനിക്കുകയും ചെയ്യാം. പക്ഷേ ഈ സംഭവം ഉണ്ടായി ഈ നിമിഷം വരെ മന്ത്രിയെ പിന്തുണയ്ക്കുകയാണ് മുന്നണി. അത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും പാർട്ടി മുഖപത്രമാണെങ്കിലും ഒക്കെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ ഒപ്പം പുച്ഛിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അടക്കം അറിയാമായിരുന്നിട്ടും വീണ്ടും രോഗികളെ ആ ബ്ലോക്കിൽ ചികിത്സിച്ചു. ഈ സംഭവ സ്ഥലത്തെ അപക്വമായ പ്രതികരണം, തിരച്ചിൽ തുടങ്ങാൻ വൈകി, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം അതിലാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നത്. ഈ പ്രതിപക്ഷത്തിന് അങ്ങനെ ഇപ്പോൾ വഴങ്ങേണ്ടതില്ല. ഇതാണോ പാർട്ടിയുടെ ഒരു സമീപനം? അതോ മന്ത്രി വീണ ജോർജിന്റെയും വകുപ്പിന്റെയും പ്രവർത്തനങ്ങളിൽ ഈ സർക്കാർ പാർട്ടിക്ക് പൂർണ്ണമായും തൃപ്തിയാണോ? അങ്ങനെയാണോ നിലപാട്? അല്ല, അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ സേതുലക്ഷ്മി. ആ കെട്ടിടം നിർമ്മിച്ചത് അനേക വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നമ്മുടെ നാട്ടിൽ ഫയർ എഞ്ചിൻ പോകാനുള്ള വഴി, 8 മീറ്റർ വീതിയുള്ള പാതകൾ, ഇതൊന്നും ഒരു കെട്ടിട നിർമ്മാണത്തിൽ ഒരു നിയമമേ ഉണ്ടായിരുന്നില്ല. ആ നിയമങ്ങൾ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരേണ്ടി വന്നു. ഇപ്പോഴാണ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഒരു JCBക്ക് പോലും അവിടേക്ക് പോകാൻ കെട്ടിടം പൊളിക്കേണ്ടി വന്നു. അതാണ് രക്ഷാപ്രവർത്തനം. ഏതെങ്കിലും കാരണവശാൽ അല്പം ഈ പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ കൊണ്ടുവരാൻ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ ഈ കാലതാമസമേ വന്നിട്ടുള്ളൂ. അല്ല, രക്ഷാപ്രവർത്തനം അവിടെ മുടങ്ങിയിട്ടില്ലെന്ന് അതിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജയകുമാർ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുകയുണ്ടായി. സാധ്യമായതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സാധ്യമല്ലാത്തത് JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം. ആ രക്ഷാപ്രവർത്തനത്തിൽ JCB അകത്ത് കയറണ്ടേ? ആരെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവം നടന്നു, നമ്മളെല്ലാം ദുഃഖിക്കുന്നുണ്ട്, നമ്മളെല്ലാം ആ വീട്ടമ്മയോടൊപ്പമാണ്, ആ കുടുംബത്തോടൊപ്പമാണ്, ഒരു സംശയമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ വീണ ജോർജ് എന്തിനു വേണ്ടി രാജിവെക്കണം? വീണ ജോർജ് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ, സേതുലക്ഷ്മി തന്നെ പറഞ്ഞല്ലോ, ശൈലജ ടീച്ചറും ഇപ്പോൾ വീണ ജോർജും, നമ്മൾ എത്രയോ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം തല ഉയർത്തി നിൽക്കുകയാണ് ആരോഗ്യരംഗത്ത്. ഇപ്പം കോവിഡ് കാലഘട്ടം മാത്രം എടുത്താൽ നമുക്കറിയാം, ലോകത്തിൽ സ്റ്റേറ്റുകളുടെ കണക്കെടുത്താൽ ലോകത്തിൽ ഏറ്റവും കുറവ് കോവിഡ് മരണം നടന്നൊരു സ്റ്റേറ്റ് കേരളമാണ്. അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ സൗകര്യം വേണമോ? ഇതാ സർക്കാർ ആശുപത്രിയിൽ പോയാൽ മതി. നമ്മുടെ 5 മണി വരെ ചികിത്സ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടണോ? സർക്കാർ ആശുപത്രി പോയാൽ മതി. എന്തൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ അതെല്ലാം പിന്നീട് അത് ചർച്ചയിൽ വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കോവിഡിൻ്റെ കാര്യമൊക്കെ ഈ ആദ്യം കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേരളത്തിലാണ്, ഇവിടുത്തെ ആരോഗ്യരംഗം പരാജയപ്പെട്ടു എന്ന തരത്തിൽ വലിയ പ്രചാരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പിന്നീട് കൃത്യമായ കണക്ക് നൽകിയത് കേരളം മാത്രമാണ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നപ്പോൾ പിന്നീട് എല്ലാവർക്കും നിലപാട് തിരുത്തേണ്ടിയൊക്കെ വന്നു. പക്ഷേ അതൊന്നും വേണ്ട വിധത്തിൽ ചർച്ചയായില്ല. ഞാനീ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ അതാവും ചർച്ചയാവുക. അപ്പോൾ അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ വേണ്ടേ നമ്മൾ സ്വീകരിക്കാൻ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ. ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു അത്. മറ്റൊരു പുതിയൊരു കെട്ടിടം അവിടെ സമാന്തരമായി പണിയുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടിയൊക്കെ കാത്തിരിക്കുകയായിരുന്നു. ഉടനെ തന്നെ അത് ഉണ്ടാകുമായിരുന്നു. ഈ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം 5 മിനിറ്റ് കൊണ്ട് ഇവരൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കുറച്ചും കൂടി മുൻപേ ഒക്കെ ആയിരുന്നെങ്കിൽ, ഇപ്പം ദുരന്തമൊന്നും ആരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ 1 മാസം മുൻപ് 1.5 മാസം മുൻപൊക്കെ അതേ കെട്ടിടത്തിൻ്റെ ഒരു പാളിയൊക്കെ ഇളകി വീണു. ഈ ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ തന്നെ അതൊക്കെ സംഭവിക്കുകയാണ്. അപ്പോൾ ഇതിന് ബലക്ഷയമുണ്ട്, ഇത് ഏത് നേരം വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം. മാത്രമല്ല മഴ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ദുരന്തം ഒഴിവാക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ശ്രീ രാജു എബ്രഹാം. തീർച്ചയായിട്ടും അങ്ങയുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. അങ്ങനെ പൊടിഞ്ഞ് വീഴാറായ ഒരു കെട്ടിടത്തിൽ ആളുകൾ കയറുമെന്നും അങ്ങനെ കയറാതിരിക്കാൻ എന്തെങ്കിലും ഒരു വേലി കെട്ടിയോ അല്ലെങ്കിൽ അത് പൊളിച്ചു കളഞ്ഞോ ഉള്ള സംവിധാനം ചെയ്യേണ്ടതായിരുന്നു. അതിനകത്ത് തർക്കമില്ലല്ലോ. അതിനകത്ത് ആരാ തർക്കിക്കുന്ന ആരാ? കാരണം അതുകൊണ്ടാണല്ലോ, ആ കെട്ടിടം ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ ഒരു ദുരന്തം നമ്മുടെ മുമ്പിൽ ഉണ്ടായത്.
അപ്പോൾ അത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. പക്ഷേ അങ്ങനെ ഒരു അപകടം ഉണ്ടായി. അപകടം എവിടെയെല്ലാം ഉണ്ടാവുന്നു. ഇപ്പം അമേരിക്കയിലെ കൊച്ചു കുട്ടികൾ ഇപ്പോൾ കൃത്യമായ കണക്ക് പോലും കിട്ടുന്നില്ല. ഒരു മിന്നൽ പ്രളയമാണ്. 27 പേര് മിസ്സിംഗ് ആണ്. 15 പേരെ മരിച്ചു എന്ന് ഉറപ്പ്. 50-ഓളം ആളുകൾ ഒറ്റ സെക്കൻഡിൻ്റെ കാര്യം സംഭവിച്ചത്. ഇങ്ങനെ അപകടങ്ങൾ ഏത് സന്ദർഭത്തിലും നമ്മുടെ കൺമുമ്പിൽ എങ്ങനെയും സംഭവിക്കാം. അതുണ്ടാവാതിരിക്കാനുള്ള പരമാവധി നടപടികൾ തീർച്ചയായിട്ടും നമുക്ക് കൂട്ടായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ മന്ത്രിക്ക് ഒപ്പമാണ്, പൂർണ്ണ പിന്തുണയുമാണ് നൽകുന്നത് അങ്ങ് തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ പാർട്ടിക്കാരായ പല നേതാക്കളുടെയും ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇപ്പോൾ വിവാദത്തിലായിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ മന്ത്രിക്കെതിരെ, ആരോഗ്യ വകുപ്പിനെതിരെ ഭിന്ന സ്വരങ്ങളുണ്ട്. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ ശ്രീ രാജു എബ്രഹാം? പാർട്ടിക്കുള്ളിൽ പാർട്ടിക്ക് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. പാർട്ടി വീണ ജോർജിനോടൊപ്പമാണ്. വീണ ജോർജിനെ കായികമായി നേരിടാനുള്ള നീക്കങ്ങൾ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഗവൺമെൻറ് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പാർട്ടി രംഗത്തിറങ്ങും, ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കും. ഒരു തർക്കവും അതിനകത്തില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഇതൊരു കലാപ ആഹ്വാനം നടത്തുന്നത് പോലെയാണ് ഇന്നലെ ഉൾപ്പെടെ പത്തനംതിട്ടയിലെ കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതേത് ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലയിലേക്ക് കാര്യങ്ങൾ പോണത്. അതുകൊണ്ടാണ് അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, പാർട്ടിക്കുള്ളിൽ ഒരഭിപ്രായം. ജോൺസൺ നമ്മുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ദീർഘനാൾ പാർട്ടിയിലില്ല. നേരത്തെ SFIയുടെ ഭാരവാഹിയായിരുന്നു, പിന്നെ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ മടങ്ങി വന്നപ്പോൾ നമ്മൾ ലോക്കൽ കമ്മിറ്റിയിലേക്ക് നമ്മൾ സ്ഥാനം നൽകിയ വ്യക്തിയാണ്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 ദിവസത്തെ സാവകാശമാണ് അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. നടപടി ഉണ്ടാവും, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ആ നിലയിൽ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി ആർക്കും തന്നെ പോകാൻ കഴിയുന്നൊരു കാര്യമല്ല. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പാർട്ടിയാണ് അഭിപ്രായങ്ങൾ രൂപീകരിക്കേണ്ടത്. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാവും, അത് ജില്ലാ കമ്മിറ്റിയാവും, അത് ഏരിയ കമ്മിറ്റിയാവും. അവരുടെ കമ്മിറ്റിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ കമ്മിറ്റിയിലാണ് അഭിപ്രായം പറയേണ്ടത്. അതെല്ലാ ജനാധിപത്യ അവകാശങ്ങളും CPMൻ്റെ അംഗങ്ങൾക്ക് പാർട്ടി നൽകുന്നുണ്ട്. ഏത് അഭിപ്രായവും അവരുടെ ഘടകങ്ങളിൽ പറയാം, ഒരു തർക്കവുമില്ല. അത് പരസ്യമായി പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അച്ചടക്ക ലംഘനമാകും. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും പാർട്ടിയിൽ നിന്ന് പോകേണ്ട അവസ്ഥ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടിക്ക് നഷ്ടമല്ല, അത് അച്ചടക്കത്തിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ രാജു എബ്രഹാം, ഞാൻ ഇത് വിട്ടിട്ട് ഒരു കാര്യം കൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ പുതിയൊരു പദ്ധതി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപേക്ഷ IT വകുപ്പിന് മുന്നിൽ സമർപ്പിക്കപ്പെടുകയുണ്ടായി. അതിൽ ചർച്ചകൾ നടക്കുകയും വകുപ്പുകളൊക്കെ സംയുക്തമായി തന്നെ അത് വേണ്ടെന്ന് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്? വ്യവസായങ്ങൾ വരുന്നതിനെ CPM സ്വാഗതം ചെയ്യും. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന വ്യവസായം നിയമപരമായി വരണമെന്നതാണ് ഞങ്ങൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ആറന്മുളയിൽ വിമാനത്താവളത്തിന് ഉദ്ദേശിച്ച നെൽപ്പാടം, ആ നെൽപ്പാടമായിരുന്നു അന്നത്തെ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആ നെൽപ്പാടത്ത് നെൽവയൽ നികത്തി ഒരു വ്യവസായം വരുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല. അതേസമയം ആറന്മുളയിൽ എവിടെയെങ്കിലും കരഭൂമി ഉണ്ടെങ്കിൽ അത് നിയമപരമായി അവർക്ക് കരഭൂമിയിലാണ് എല്ലാ വ്യവസായങ്ങളും വരുന്നത്. ആ കരഭൂമിയിൽ അവർ വ്യവസായം വരുന്നതിനോട് ഞങ്ങളതിനെ എതിർക്കുന്ന കാര്യമില്ല. ഞങ്ങൾ എതിർക്കേണ്ട കാര്യം എന്താ? ഗവൺമെൻറ് എതിർക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കത്തല്ലേ ഉള്ളൂ. നെൽപ്പാടം നികത്തി, അത് നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം, ഞാനതിൻ്റെ സെലക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ വിവിധ സ്റ്റേറ്റുകളിൽ പോയി അന്ന് വിവിധ നിയമസഭാ കമ്മിറ്റികളിൽ മന്ത്രിമാരുമായി എല്ലാം ചർച്ച നടത്തി ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് ഉണ്ടാക്കിയൊരു ബില്ല്, ഒരു നിയമമാണത്. ആ നിയമത്തിൻ്റെ ലംഘനത്തിലേക്ക് ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതേസമയം കരഭൂമിയിൽ ആ ഇലക്ട്രോണിക് വ്യവസായം വരുന്നതിനെ ഞങ്ങൾ 100 വട്ടം സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, അവർക്ക് ഇവിടെ തന്നെ തൊഴിൽ പരമാവധി കിട്ടട്ടെ. യെസ്, ഓക്കെ, വളരെയധികം നന്ദി ശ്രീ രാജു എബ്രഹാം. നമുക്കൊപ്പം ചേർന്നതിനും അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്.